ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരിനെയാണ്. അപ്പോൾ ഗൗരി ശങ്കറിനെ കെട്ടിപ്പിടിച്ചെന്ന് കരയാണ്. ഗൗരി, നീ എന്തിനാ കരയണത്? നിന്റെ കരച്ചിലൊക്കെ നിർത്താറായില്ലേ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിന്റെ കൂടെ ഞാൻ കട്ടയ്ക്ക് നിന്നില്ലേ ഗൗരി? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അമ്മ പറയുന്നത് അനുസരിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തോടെ എൻ്റെ എല്ലാ ആത്മാഭിമാനവും എനിക്ക് തകർന്നു പോവുമായിരുന്നു. ശങ്കറാ ഇന്ന് എൻ്റെ അഭിമാനം രക്ഷിച്ചത്. എനിക്ക് അത് മതി. നീയുണ്ടല്ലോ, ഈ ശങ്കർ മഹാദേവൻ്റെ പെണ്ണ, എൻ്റെ ജീവൻ്റെ പാതി. പിന്നെ ന്യായത്തിന് വേണ്ടി തന്നെയാണ് നീ പോരാടിയത്, ഒരു സംശയമില്ല. പക്ഷേ എൻ്റെ അമ്മയോടുള്ള സ്നേഹം കാരണം നിൻ്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതേസമയം നിൻ്റെ ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന നിൻ്റെ അഭിമാനത്തിന് കോട്ടം വരാനായിട്ട് ഒരിക്കലും ഈ ശങ്കർ സമ്മതിക്കില്ല ഗൗരി. നീ അതോർത്ത് പേടിക്കേ വേണ്ട. നീ എന്തിനാടി പെണ്ണെ നീ ഇങ്ങനെ തുറിച്ച് നോക്കണത്? അതെ, ഞാൻ എൻ്റെ കൊമ്പനെ ഒന്ന് കണ്ണ് നിറയെ കണ്ടതാ. നീ കണ്ണ് നിറയെ കണ്ടോ, മനസ്സ് നിറയെ കണ്ടോ? പക്ഷേ അതിനു മുമ്പേ എൻ്റെ ആ മീശയൊന്ന് നല്ലോണം പിരിച്ചു വെച്ചിട്ട് ഒന്ന് കണ്ടേടി, അത് മതി. ഗൗരി നമ്മുടെ കൊമ്പൻ്റെ മീശയൊക്കെ പിരിച്ചു വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, രണ്ടുപേരുടെ കെട്ട റൊമാൻസൊക്കെ ആയിട്ട്. അല്ല, ഫോണിൽ അതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഐഡിയ എവിടെ നിന്ന് കിട്ടി? ഉള്ള കാര്യം പറയാലോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ അമ്മയ്ക്ക് കുറച്ച് കാലമായിട്ട് നല്ല അഹങ്കാരമുണ്ട്. ചെറിയ അഹങ്കാരമൊന്നുമല്ല. ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഭാര്യ രാധാമണി തങ്കച്ചിക്ക് അഹങ്കാരം കൂടിയിട്ട് സംഭവം വാനോളം ഉയർന്നു. അതത്ര നല്ലതല്ലല്ലോ. അതൊന്ന് തീർത്തു കൊടുക്കാൻ എന്താ വഴിയെന്ന് പല വട്ടം ആലോചിച്ചു. ഇന്നത് കൃത്യമായിട്ടൊരവസരം ലഭിച്ചു. ഞാൻ ആ അവസരം ശരിക്കും അങ്ങോട്ടേക്ക് മുതലാക്കി. അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇനി ആ ഫോണിലുള്ള വീഡിയോ കൊണ്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? അതൊക്കെയുണ്ട്. അതങ്ങ് ഡിലീറ്റ് ചെയ്തേര് ശങ്കർ. ഡിലീറ്റ് ചെയ്യോ? എന്തിന്? അതവിടെ കിടന്നോട്ടെ. അല്ല, അറിയാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് അത് ആ കുടുംബത്തിന് തന്നെ, നമ്മുടെ കുടുംബത്തിന് തന്നെ മോശമല്ലേ? ഞാൻ ഏതായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോവാ. എന്നോട് ചോദിക്കാണ്ട് ഈ വീഡിയോ നീ ഡിലീറ്റ് ചെയ്താൽ എൻ്റെ തനി സ്വഭാവം നീ അറിയൂട്ടോ ഗൗരിയെ. പറഞ്ഞേക്കാം, നിന്നെ ഞാൻ ശരിയാക്കൂന്ന്. പറഞ്ഞത് മനസ്സിലായോ ഗൗരിയെ നിനക്ക് എന്ന് ചോദിച്ചു. ഇത് നിൻ്റെ ഫോണിൽ തന്നെ തൽക്കാലം കിടന്നോട്ടെ. ഇനി കുറച്ച് കാലം ഈ വീഡിയോ ഉപയോഗിച്ച് അമ്മ ഒന്ന് ഒതുങ്ങും. നീ നോക്കിക്കോ, അതിനൊരു വഴിയാണിത്. എന്നിട്ട് ശങ്കർ ഇങ്ങനെ ഗൗരിയെ ചേർത്ത് പിടിക്കുക. മോളെ, നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ അമ്മയ്ക്ക് ഒടുക്കത്തെ ബുദ്ധിയാ, കാഞ്ഞ ബുദ്ധി. വെറും ബുദ്ധിയൊന്നുമല്ല. എൻ്റെ കിടാവിനെ പണി കൊടുക്കാനുള്ള ആ ഒരു പണിയുണ്ടല്ലോ, ആലോചിക്കുന്ന ടൈമുണ്ടല്ലോ, ആ സമയം അമ്മയ്ക്ക് ഈ വീഡിയോയുടെ കാര്യം ഓർമ്മ വരും. അപ്പോൾ അമ്മ ഒന്ന് അടങ്ങും. അതെ, അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയൂ നിനക്ക്? കുട്ടിശങ്കരൻ തന്നെ പറയുക. എന്താ അതിൻ്റെ ഗുട്ടൻസ്? മറ്റൊന്നുമല്ല. അതെ, അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എടി ചക്കരെ, നമുക്ക് നല്ല ഹാപ്പി ആയിട്ട്, നല്ല സുഖമായിട്ട്, സന്തോഷമായിട്ട് നമുക്ക് പ്രേമിച്ച് ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റൂന്നേ, ഇണക്കുരുവിളെ പോലെ. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോലാണ് നിൻ്റെ ഫോണിലുള്ളത്. ക്രാവിന് മനസ്സിലായോ ഇപ്പം ഞാൻ എന്തിനാ തുറുപ്പ് ചീട്ട് സൂക്ഷിച്ചു വെച്ചതെന്ന്? നമ്മുടെ പ്രണയത്തിൻ്റെ താക്കോല്, അല്ലെങ്കിൽ സ്മാരകം എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇതേണ്ട ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമായി ഗൗരിക്കും. അപ്പം തൻ്റെ എന്താണെങ്കിലും ആര് കൈവിട്ടാലും ശങ്കരനെ കൈവിടില്ല. അപ്പം എൻ്റെ നെഞ്ചോട് തന്നെ ചേർത്ത് പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഗൗരി. പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയാണ്. ആകെ കല്ലിപ്പൂണ്ട തേരാപ്പാര റൂമിലൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ രാധാമണി തങ്കച്ചി ഇടയ്ക്ക് വന്നൊന്ന് എത്തി നോക്കും. കാരണം കയറി മുന്നിൽ പെട്ടുപോയാൽ ചിലപ്പോൾ മഹാദേവൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെന്നുള്ള കാര്യം രാധയ്ക്ക് നന്നായി അറിയാം. ആദ്യം തന്നെ നന്നായി ഉപദേശിച്ചാണ് രാധാമണീനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അതിനിടയ്ക്കാണ് രാധാമണി ഈ പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ രാധാമണി വന്നു എത്തി നോക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രാധ നോക്കുന്നത് മഹാദേവൻ കണ്ടു. എടീ രാധേ, നീ ഉണ്ടല്ലോ എൻ്റെ കണ്ണിൽ പെടാതെ എത്ര നേരം നീ ഇങ്ങനെ ഈ വീട്ടിൽ കൂടി ഓടി നടന്ന് ഒളിച്ച് നടക്കും? നീയൊന്ന് പറഞ്ഞേ. നിന്നോട് ഞാൻ ഇവിടെ വരാനാ പറഞ്ഞത്. ഇവിടെ വാടി രാധേ എന്ന് പറഞ്ഞു. അപ്പോൾ രാധ പതുക്കെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എടി വാഷ് ഔട്ട് കന്നാലി രാധാമണി തങ്കച്ചി,
നിന്നോട് ഞാൻ എത്താടി പറഞ്ഞിങ്ങോട്ട് വിട്ടത്? ഡി, തത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതല്ലേടി ഞാൻ. നിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാ? അത് പിന്നെ ഞാൻ ഒരു പ്രശ്നത്തിനും പോവരുത്, അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞു. ആണല്ലോ, ഇത് തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? അപ്പോൾ നിനക്ക് നല്ല ഓർമ്മയുണ്ട്, ഓർമ്മശക്തിക്ക് കുറവൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഈ കുടുംബത്ത് കയറി വന്ന ഉടനെ തന്നെ നീ എന്ത് തേങ്ങയടി ചെയ്തത്? അത് പിന്നെ അവളുടെ ഒരു കാല് കഴുകിയ മാപ്പ് പറയല് നിനക്കിത് ആരടി പറഞ്ഞു തന്നത്? പറ. അതെ, ഞാൻ അത്രയെങ്കിലും ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അവളുടെ മുന്നിൽ ഞാൻ തോറ്റു പോവില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടിപ്പോൾ ആരാ ജയിച്ചത്? ആരടി ജയിച്ചത്? പറ. അത് പിന്നെ അവളുടെ ഫോണിലുള്ള ആ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ സീരിയസ്നെസ് എന്താന്ന് നിനക്കറിയോരാതെ? നീ എന്തറിഞ്ഞിട്ടേ നിൽക്കുന്നത്? നീ പ്രൂഫാണത്, പ്രൂഫ്, തെളിവ്. നിനക്കറിയോ അത്? നമ്മുടെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുമോ? അതാ എനിക്ക് പറ്റിയ തെറ്റ്. അവൻ്റെ പെണ്ണിനെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ, അതിപ്പോൾ ആരാണെങ്കിലും അവൻ അവരെ എതിർക്കും. അതാദ്യം മനസ്സിലാക്കുക. ഇത്രയും കാലമായിട്ട് നിനക്ക് നമ്മുടെ പൊന്നാര മോൻ ശങ്കർ മഹാദേവനെ മനസ്സിലായിട്ടില്ലേ രാധേ? ഇനി എന്നാ നീ മനസ്സിലാക്കുക? രാധാമണി തങ്കച്ചി, ഒരു കാര്യം പറയട്ടെ, നിന്നോട് പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കുക. അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, പുറത്ത് വന്നാലുണ്ടല്ലോ, പിന്നെ അതോടെ നിന്റെ ചീട്ട് കീറും. നിന്റെ കാര്യം തീർന്നു എന്ന് നീ കൂട്ടിക്കോ. കമലയുടെ കേസിൽ നിന്ന് ഊരി വന്നതുപോലെ അത്ര എളുപ്പത്തിൽ ഇവളുടെ കേസിൽ നിന്ന് നീ ഊരി വരാം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാധേ? നീ പറയ. ഒരാൾ വിചാരിച്ചാലും പിന്നെ നിന്നെ സഹായിക്കാൻ പറ്റില്ല, അത് നീ മനസ്സിലാക്കിക്കോ. കേസ് പിൻവലിക്കാൻ ഗൗരി തയ്യാറാവോ? കമല അല്ലട്ടോ ഗൗരി, അത് നീ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് എന്തൊട്ട് മാർഗം ഉപയോഗിച്ചാലും വേണ്ടില്ല, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും അവളുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ, നിൻ്റെ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യണം, ചെയ്തേ പറ്റൂ. മനസ്സിലായോ രാധാമണി തങ്കച്ചിക്ക്? ഇനി എങ്ങാനും അവൾ ആ വീഡിയോ എങ്ങാനും പുറത്തു വിട്ടാൽ അതോടെ എല്ലാം ക്ലോസ് ആവും, തീർന്നു. ചാരങ്ങാട്ട് കുടുംബവും ചാരങ്ങാട്ട് മഹാദേവനും മഹാദേവൻ്റെ പെണ്ണ് തെങ്കച്ചിയും ഒക്കെ ചേർന്ന് എല്ലാം തീർന്നു എന്ന് കൂട്ടിയാൽ മതി. പിന്നെയുണ്ടല്ലോ രാധേ, എന്താ സംഭവിക്കുമെന്നറിയോ? പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ നോക്കി നിൽക്കില്ല, നിന്നെ ഞാൻ അതോടെ തീർത്ത് കളയും, മനസ്സിലായോടി നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാദേവൻ കല്ലി പൂണ്ടിങ്ങനെ നിൽക്കുക. നീ ആയിട്ടുണ്ടാക്കി വെച്ച ഈ കുരുക്കുണ്ടല്ലോ, നീ ആയിട്ട് തന്നെ അഴിച്ചെടുക്കണം. അതെങ്ങനെ അഴിക്കണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ. പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണി ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ആദർശ് കയറി വരുന്നത്. അപ്പോൾ ആളാകെ മൂഡ് ഓഫ് ആണ്. വേണി, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ തിരിഞ്ഞിരിക്കുകയാണ്. വേണി, നീ ഇങ്ങ് നോക്ക്, നിന്നോട് എനിക്കൊരു കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നീ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. എന്തൊട്ട് സംസാരിക്കാൻ? എനിക്ക് നിങ്ങളോട് ഒരു തേങ്ങയും സംസാരിക്കാനില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, വലിയ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ, പ്രൊഫസർമാരും ബുദ്ധിരാക്ഷസന്മാരും അങ്ങനെയൊക്കെയല്ലേ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് സംസാരിക്കാൻ ആദർശേട്ടാ? ഞാനൊന്നുമില്ല സംസാരിക്കാൻ. വേണി, ഇപ്പോഴും നീ നിൻ്റെ ഭാഗത്ത് തെറ്റ് മനസ്സിലാക്കാതെയാണ് വേണി ശ്രമിക്കുന്നത്. എൻ്റെ പൊന്നോ, പ്രൊഫസറുടെയും മുത്തശ്ശിയുടെയും വക ഉപദേശം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആൾ വന്നിരിക്കുക. ഇനി നിങ്ങളുടെ വകയായിരിക്കും ഉപദേശം. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ തുടങ്ങിക്കോ. നീ കരുതുന്നത് പോലെ നിൻ്റെ അമ്മയോ ഏട്ടനെയോ ഒരിക്കലും ഗൗരി ശത്രുവായിട്ട് കണ്ടിട്ടില്ല. അവരുടെ തെറ്റുകൾ തിരുത്തപ്പെടണം, അതിനുവേണ്ടി മാത്രമാണ് ഗൗരി കേസുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷെ നീ എന്താ ചെയ്തത്? നീ ഒന്ന് പറ. നിൻ്റെ വീട്ടുകാരുടെ സ്വഭാവവും ഒക്കെ മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അതോ അവരെന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണോ നിൻ്റെ ആഗ്രഹം? എൻ്റെ പൊന്നു ബോക്സിംഗ് ചാമ്പ്യ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാട്ടോ. നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ 10-22 കൊല്ലം കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പെങ്ങളില്ലേ, ആ പെങ്ങളെ ചാരങ്ങാട്ട് വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുട്ടോ. ചാരങ്ങാട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളുടെ പെങ്ങളെ ഇതുവരെയും പഠിച്ചില്ല. ആര് പഠിപ്പിക്കാനാ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആ പ്രൊഫസറോട് പറയേ പഠിപ്പിക്കാൻ. വേണി, നീ ആദ്യം ഗൗരിയെ കുറ്റപ്പെടുത്തുന്നത് നിർത്ത്. അയ്യോ, ഞാൻ ഗൗരിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഗൗരിയെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പൊള്ളൂലോ, അതെനിക്കറിയില്ലായിരുന്നു, സോറി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മനുഷ്യ,
നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ടായിരുന്നല്ലോ, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്നൊക്കെ. എന്താ മാഷ് ഉദ്ദേശിച്ചത്? എൻ്റെ അമ്മയും ചേട്ടനും ജയിലിലായാൽ പിന്നെ ഗൗരിക്ക് സമാധാനമായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉള്ള കാര്യം പറയാലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഗൗരിയുടെ കാര്യമുണ്ടല്ലോ, അവരൊരിക്കലും ക്ഷമിക്കില്ല കേട്ടോ. എൻ്റെ ഏട്ടൻ പോലും അത് ഗൗരിയെ വെറുക്കാനായിട്ട് കാരണമാവുമായിരുന്നു. അതറിയോ നിങ്ങൾക്ക്? അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാട്ടോ ഈ വേണി അങ്ങനെ തീരുമാനം എടുത്തത്. വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ. അതെ, തലയിൽ കുറച്ച് മൂളയും കൂടെ വേണം, മൂള. അതറിയോ നിങ്ങൾക്ക്? എൻ്റെ പൊന്ന ആദർശേട്ടാ, എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, സത്യമുണ്ട് എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല കേട്ടോ. ഗൗരിയുടെയും ഏട്ടൻ്റെയും ലൈഫ് കൂടെ പരിഗണിച്ചിട്ടാണ് കമലയിടത്തെ കൊണ്ട് പറഞ്ഞ് ആ കേസ് ഞാൻ പിൻവലിപ്പിച്ചത്. എൻ്റെ പൊന്ന ആദർശേട്ടാ, ഈ ജീവിതം ജീവിതം എന്ന് പറയണതേ അതൊന്നേ ഉള്ളൂന്നേ. അത് സമാധാനമായിട്ട് ജീവിക്കാനുള്ളതാ, ജീവിച്ച് കാണിക്കാനുള്ളതാ, ആരുടെ മുന്നിലും തോൽക്കാനുള്ളതല്ല, വലിയ ആദർശം പറഞ്ഞ് തൊലയ്ക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. മനസ്സിലായോ? നമ്മുടെ ഗൗരിയുടെയും ഏട്ടനെയും നന്മ കൂടെ കരുതിയിട്ടാ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ പാറ പോലത്തെ മനസ്സുള്ളവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? കഷ്ടം. എന്നിട്ട് വേണി പതുക്കെ അങ്ങ് കയറി കിടന്നു. എന്നിട്ട് ആൾ പുതപ്പ് മൂടിക്കിടക്കുകയാണ് കേട്ടോ, കലി പൂണ്ടിട്ട്. അപ്പോൾ ആദർശ് നോക്കി അന്ന് ചിരിച്ചപ്പോൾ ഇച്ചിരി കൂടെ കലി പൂണ്ടു. അപ്പോൾ തലയും കൂടെ മൂടി അങ്ങ് കിടന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട്, ശരിയാ, വേണി പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ് എന്ന് ഇങ്ങനെ ആദർശ് മനസ്സിലിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി നേരെ അങ്ങോട്ടേക്ക് വന്നു, ഒരു ഗ്ലാസ് എടുത്തു, എന്നിട്ട് അവിടെ സ്റ്റൗവിലിരിക്കുന്ന പാലെടുക്കുകയാണ്. അയ്യോ മേഡം എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. മേഡത്തിന് എന്നോടൊന്നും തോന്നരുതേ, മേഡം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഇത്തിരി പാലെടുക്കുന്നത് തെറ്റാണോ? അല്ല, മേഡം അടുക്കളയിൽ കയറാൻ പാടില്ല എന്നാണ് രാധാമണി കൊച്ചമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ മേഡം ചെയ്തത് ഒട്ടും ശരിയല്ല മേഡം. മേഡം എന്തിനാ വെറുതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ രാധാമണി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രാധാമണി ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാധയുടെ അവസ്ഥ. അപ്പോൾ വേഗം തന്നെ, അതെ, അടുക്കളയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞതാ കൊച്ചമ്മ, പക്ഷേങ്കിൽ മേഡം കേട്ടില്ല. ഞാൻ ശങ്കർ മഹാദേവൻ്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകൾ. ഞാൻ ഈ വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? അയ്യോ, എനിക്ക് അധികാരം തന്നിട്ടില്ല കൊച്ചമ്മ. എനിക്ക് തന്ന അധികാരം അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അടുക്കളയിൽ കയറാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞോ എന്ന് ഗൗരി ഇങ്ങനെ ചോദിക്കുക. കൊച്ചമ്മ പറഞ്ഞോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, അമ്മ പറയട്ടെ. അപ്പോൾ രാധ ഒന്നും മിണ്ടുന്നില്ല. അങ്ങോട്ട് പറഞ്ഞു കൊടു കൊച്ചമ്മേ. കണ്ടോ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അതാ മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ അടുക്കളയിൽ കയറുന്നതിലോ പാചകം ചെയ്യുന്നതിലോ ഒരു വിരോധമില്ല എന്ന് മാത്രമല്ല, അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യം കൂടി അത്. അല്ലേ എന്താമ്മേ? ശങ്കർ അവിടെ കാത്തിരിക്കാം, ഞാൻ ഈ പാലൊന്നും കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗരി പോവാൻ തുടങ്ങി. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട്, ദേ, ഇന്ന് നിങ്ങൾ എന്നെ തടയാൻ നോക്കിയില്ലേ, ഇതുപോലെ ഇനി മേലിൽ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ അമ്മ തന്നെ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടും, കെട്ടിക്കും. വെറുതെ അഹങ്കാരം കാണിച്ച ഉള്ള ജോലി കളയണോ? അയ്യോ വേണ്ട മേഡം, എങ്കിൽ മര്യാദയ്ക്ക് അവനവൻ്റെ ജോലി ചെയ്യാൻ നോക്ക്, മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ട് ഗൗരി പാലും എടുത്ത് നേരെ പോവാണ്. ജോലി നടക്കട്ടെ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ എന്ന് വളരെ ഭവ്യതയോടെ രാധാമണിയോട് പറഞ്ഞിട്ട് ഗൗരി പാലുമായിട്ട് പോയി. കൊച്ചമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? മേഡം ഇത്രയും പറഞ്ഞിട്ടും കൊച്ചമ്മ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ, എന്ത് പറ്റി? എൻ്റെ മോനെ വാടപ്പിച്ചിരിക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കുക? പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവളെ കിടന്ന് അഹങ്കരിക്കുന്നത്. എന്നാലും എൻ്റെ രാധാമണി കൊച്ചമ്മ മേഡത്തിന് മുന്നിൽ തോറ്റുപോയല്ലോ. എനിക്കെതിരെ പ്രയോഗിക്കാനുള്ള വജ്രായുധം അവളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം എനിക്കിങ്ങനെ നിശബ്ദയായിട്ട് നിൽക്കാനേ കഴിയുള്ളൂ. എൻ്റെ കൊച്ചമ്മേ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കൊച്ചമ്മ പറ, കൊച്ചമ്മയെ സഹായിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ വേഗം രാധ മൂട് മാറ്റി, അല്ല എനിക്ക് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യുമോ? പിന്നെന്താ, കൊച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കിഡ്നി വരെ തരും. നിൻ്റെ കിഡ്നി കിട്ടിയിട്ട് എനിക്കിപ്പോൾ എന്തിനാ? അതുകൊണ്ടാണ് ഞാനീ പറയണത്, എനിക്ക് വേണ്ടത് അവളുടെ ആ ഫോണോ? ആ അതേന്നേ, ഗൗരിയുടെ ഫോണ്. നീ എങ്ങനെയെങ്കിലും അതൊന്ന് മോഷ്ടിച്ച് എൻ്റെ കയ്യിലെത്തിക്കണം. അത് എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്നതാണ് നിൻ്റെ ബുദ്ധി. നിനക്കതിന് സാധിക്കുമോ?
എൻ്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ദേ ഈ ഗ്യാസ് സിലിണ്ടറായ സത്യം, ഞാനത് ചെയ്തിരിക്കും കൊച്ചമ്മേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി രാധയ്ക്ക്. പിന്നെ കാണുന്നത് നമ്മുടെ കമലേനെയും ശേഖരനെയാണ്. അപ്പോൾ ശേഖരൻ എങ്ങോട്ടോ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. രാത്രിയായി. അപ്പോൾ കമല നേരെ ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഖരേട്ടൻ എങ്ങോട്ടെങ്കിലും പോവാണോ? അതെ, എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശേഖരനെ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കാം. പറയില്ല എന്നും എനിക്കറിയാം, എന്നാലും ചോദിച്ചോട്ടെ, എങ്ങോട്ടാ പോണത് എന്ന് ചോദിച്ചു. അതെന്താന്ന് വെച്ചാലേ കമലേ, നിനക്ക് വയ്യാണ്ടിരിക്കല്ലേ? നിന്റെ ശരീരത്തിന് ഇപ്പം വളരെ റെസ്റ്റ് വേണ്ട സമയമാണ്. അതുകൊണ്ട് നിന്നെ ശല്യപ്പെടുത്തണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതാട്ടോ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചത്. അല്ല ശേഖരേട്ടൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട്, എൻ്റെ പൊന്ന് കമലേ, ശേഖരേട്ടാ, നിങ്ങൾ ഈ രാത്രിയിൽ ആരെ കാണാനാണ് ഈ പുറത്തു പോണത്? എന്തുട്ടാ കമല ഇത് നീ ചോദിക്കണത്? നിനക്കെന്താ എന്നെ സംശയമാണോ? ആണോന്ന് പറ കമലേ, നിനക്കെന്നെ ഡൗട്ടാ? പറയേ. അപ്പോൾ കമല ഒന്നും മിണ്ടുന്നില്ല. അതെ, ശേഖരേട്ടൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറി എന്നാണ് ഞാൻ വിശ്വസിക്കണത്. എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. എൻ്റെ വിശ്വാസം വല്ലതും തെറ്റാണോ? അതോ ഞാൻ വെറും വിഡ്ഢിയാണോ? നീ എന്തൊക്കെ ഈ പറയുന്നത് കമലേ? നീ ഇങ്ങി വന്നേ കമലേ എന്ന് പറഞ്ഞ് കമലയും കൂട്ടിക്കൊണ്ട് നേരെ കാട്ടിലേക്ക് കൊണ്ടിരുത്തി. എന്നിട്ട് ശേഖരനും അപ്പുറത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതെ, ഒരു കാര്യം പറയട്ടെ കമലേ, നീ എന്തുകൊണ്ടിനാ എന്നെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കണത്? ഞാനിപ്പോഴുണ്ടല്ലോ നിൻ്റെ ഈ പഴയ ശേഖരേട്ടനൊന്നും അല്ലട്ടോ. ഞാൻ ആളാകെ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ഞാനൊരു പുതിയ മനുഷ്യനാ മോളെ. നിനക്കറിയോ? എങ്കിൽ പറ, ശേഖരേട്ടൻ എങ്ങോട്ടേക്കാണ് പോണത്? അതോ, എനിക്ക് ഇന്നൊരു ദിവസം പുറത്തുനിന്ന് ആഹാരം കഴിക്കണം എന്നൊരു തോന്നല്. അതെന്താണെന്നറിയോ? ഇവിടുത്തെ ഭക്ഷണമൊന്നോ എന്തോ എനിക്ക് രുചി തോന്നുന്നതേയില്ല. നിൻ്റെ കൈപ്പുണ്യമൊന്നും നമ്മുടെ അമ്മയ്ക്ക് പോലും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാ? അതുകൊണ്ടാട്ടോ ഞാനൊന്ന് പുറത്തുനിന്ന് കഴിക്കാം എന്ന് വിചാരിച്ചത്. അല്ലാണ്ട് നീ തെറ്റിദ്ധരിക്കണത് പോലെ ഒന്നും അല്ല കേട്ടോ കാര്യങ്ങൾ. അത് നീ ആദ്യം മനസ്സിലാക്കണം. നീ മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു. ആളാകെ ഹാപ്പിയായി. എന്നാലും നീ ഉറങ്ങിക്കോട്ടോ. ഞാൻ പറഞ്ഞവരെ നീ വെറുതെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിൻ്റെ ആരോഗ്യം തീരെ മോശമാട്ടോ കമലേ. അതുകൊണ്ടാ ഉറക്കം ഒഴിച്ചിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാ നീ കിടന്നേ. വേഗം തന്നെ കമലയെ പിടിച്ച് കിടത്തുക. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. അപ്പോൾ കമല വേഗം തന്നെ കിടന്നു. വേഗം തന്നെ ശേഖരൻ ഭയങ്കര കെയറിങ്. ഇത് അച്ചി തണുപ്പ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുതപ്പൊക്കെ എടുത്ത് പുതപ്പിച്ച് കൊടുത്തു. കമല ഭയങ്കര ഹാപ്പി ഇയാൾ. എന്നാലേ നീ സ്വസ്ഥവും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടോ. വാതിൽ ചാരിയിട്ടേക്കാം, കുറ്റിയിടണ്ട. ഞാൻ പോയിട്ട് വേഗം വരാട്ടോ, അധികം താമസിക്കില്ല കേട്ടോ. ശരി. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. ശേഖരേട്ടൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ശേഖരേട്ടന് വേണ്ടിയിട്ട് ഞാനെടുത്ത തീരുമാനം അത് ശരിയായിരുന്നു. ഗൗരിക്ക് വേണ്ടിയിട്ട് ഗൗരിയെ ഞാൻ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും ഇത് ശരിയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഓർത്ത് കമല ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതേണ്ട ഗൗരി കുറച്ച് പാലൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്നു. ഈ ശങ്കർ ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. അപ്പോൾ ശങ്കറിനെ നോക്കുകയാണ്. അയ്യോ, ഇതെവിടെയാ പോയതാവോ? അപ്പോൾ ശങ്കറിനെ കണ്ടില്ല. അപ്പോൾ ശങ്കർ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അടങ്ങി നിൽക്ക്, എൻ്റെ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോ ശങ്കർ. അങ്ങനെയാണോ? എന്നാ വാ, നീ ഇവിടെ വെക്ക്. ഈ പാല് ഗ്ലാസ് നീ താഴെ വെച്ച് എൻ്റെ കുട്ടിയെ. അപ്പോൾ കുട്ടിയായോ? അപ്പം കിടാവ് എവിടെ പോയി? കുട്ടിയും കിടാവും ഒക്കെ ഒരുപോലെ തന്നെ. നീ എവിടേക്ക് പോയിട്ടില്ലെന്നേ. ഇവിടെ ഉണ്ടെന്നേ, എൻ്റെ ഈ ചങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പറയട്ടെ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. എന്താ ഇങ്ങനെ നോക്കിയിരിക്കണത്? എന്താ ശങ്കർ പറയേ? എനിക്ക് നാണം വരുന്നു കേട്ടോ. ആണോ? എൻ്റെ കിടാവിന് നാണം പറഞ്ഞുണ്ടോ? ഉണ്ടെന്നേ. ഗൗരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. പറയേ ഗൗരി, നിനക്ക് എന്നെ എന്തോരം വിശ്വാസമുണ്ട്? പറയേ, നീ പറ. എനിക്ക് ശങ്കറിനെ വിശ്വാസമാണ്. നീ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നെയാണോ? എൻ്റെ അച്ഛനെയും ശങ്കറിനെയും. ഈ ലോകത്ത് നിങ്ങളെ 2 പേരെയുമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പം ശങ്കർ ബായിക്ക് മനസ്സ് നിറഞ്ഞു. ശങ്കർ ബായിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് റൊമാൻറ്റിക്കായിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.